നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ രണ്ടുപേർക്കെതിരെ കേസെടുത്തതിനെക്കുറിച്ചും സ്ത്രീ പീഡന വിഷയത്തിൽ തനിക്കെതിരെ വന്നത് കള്ളപ്പരാതിയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രമുഖ നടൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായതും പത്രസമ്മേളനം നേരിട്ട് വിളിച്ച് ചേർത്ത് കാര്യങ്ങൾ വിശദീകരിച്ചതുമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാനായിട്ട് ആ രണ്ട് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഉദ്യമിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഒരു പ്രമുഖ നടിയെയും അവരുടെ ഭർത്താവായ ഒരു സംവിധായകനെയും ഫെഫ്കയിൽ നിന്നും അവർ പുറത്തായി. ആ സംവിധായകൻ ഫെഫ്കയിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസും കൂട്ടങ്ങളും ഒക്കെ വരുന്നത്. അതായത് ഭരിക്കുന്ന പാർട്ടിയോട് ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോട് ചായ്വുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹം നിരന്തരമായിട്ട് ഇടതുപക്ഷ മുന്നണിയെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പല അവസരങ്ങളും ഉപയോഗിക്കുകയും പല അവസരങ്ങളിലൂടെയും മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ആഷിഖ് അബു എന്ന സംവിധായകൻ ഫെഫ്കയിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് വരുന്നത്. രഞ്ജിത്തിൻ്റെ വിഷയം മാത്രമല്ല, അതിൻ്റെ അകത്ത് പല അടിയൊഴുക്കുകളും ഉള്ളതായിട്ട് അറിയുന്നു. പത്രങ്ങൾക്കറിയാം, ചാനലുകാർക്കറിയാം. പക്ഷേ അവരതൊന്നും പുറത്തേക്ക് വിടുവാനായിട്ട് തയ്യാറായി വന്നിട്ടില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ആഷിഖ് അബുവും റിമ കല്ലിങ്കലും തങ്ങൾ ജീവശ്വാസം പോലെ വിശ്വസിച്ച ഫെഫ്കയിൽ നിന്നും അമ്മയിൽ നിന്നും റിമ കല്ലിങ്കൽ നേരത്തെ തന്നെ WCC ഒക്കെ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ആഷിഖ് അബു ഫെഫ്കയിൽ നിന്നും പുറത്ത് വന്ന കാര്യമാണ്. ആഷിഖ് അബു പുറത്തു വന്നതിന് ശേഷമാണ് ആഷിഖ് അബുവിന് എതിരെ കേസും കൂട്ടങ്ങളും ഒക്കെ വരുന്നത്. എന്തുകൊണ്ടാണിത് ഇങ്ങനെ സംഭവിക്കുന്നത്? ആഷിഖ് അബു എന്ന സംവിധായകൻ ഒരു നല്ല സംവിധായകനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി തൻ്റെ വാക്കുകളെയും വാചകങ്ങളെയും തൻ്റെ ആശയങ്ങളെയും തൻ്റെ അഭിലാഷങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവരുടെ ഒപ്പം ഇത്രയും കാലം നിന്നത്. തങ്ങൾക്കൊപ്പം നിൽക്കാത്തവരെ തങ്ങൾ ഓടിച്ചിട്ട് പിടിക്കും, ഓടിച്ചിട്ട് വേട്ടയാടും എന്ന അവരുടെ പൂർവ്വസൂരികളുടെ ഇടതു പ്രസ്ഥാനമെന്നൊന്നും പറയാൻ പാകത്തിനുള്ളതൊന്നും ഇന്ന് ഇല്ല. പ്രസ്ഥാനമൊന്നുമില്ല, ഇടതുപക്ഷ പ്രസ്ഥാനം എന്നൊക്കെ പറയാൻ പാകത്തിനുള്ള പ്രസ്ഥാനമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. അവരുടെ പൂർവ്വസൂരികൾ എന്ന് പറഞ്ഞത് ഈ പാർട്ടി ഉണ്ടായത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് താഷ്കണ്ടിലാണ്. നമുക്കറിയാം, താഷ്കണ്ടിലാണ് മുസ്ലിം തീവ്രവാദികളുടെ ഒത്താശയോടുകൂടി, അല്ലെങ്കിൽ അവരുടെയൊക്കെ സപ്പോർട്ടും സ്വാധീനവും ഒക്കെ അന്നു മുതലേ ഇവരുടെ ഉള്ളിലുണ്ട്. അവരുടെ പല രീതികളുമാണ്, അവരുടെ മുസ്ലിം തീവ്രവാദികളുടെ കൊലപാതക രീതികൾ തന്നെയാണ് ഇവരും പിന്നീടും പിൻപറ്റിയത് എന്ന് നമുക്കറിയാം. അവസാനം TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം വരെ നമ്മൾ അത് കണ്ടതാണ്. അവരുടെ മുസ്ലിം തീവ്രവാദികളുടെ ഒരു രീതി തന്നെ ആണ് അവർ അവലംബിച്ച് വന്നത്. അവിടെ നിന്നാണ് ആഷിഖ് അബു, പറയുന്ന ഇടതുപക്ഷത്ത് നിന്നാണ് ആഷിഖ് അബു പുറത്തേക്ക് വന്നത്, ഫെഫ്കയിൽ നിന്നും പുറത്തേക്ക് വന്നത്. അപ്പോൾ തുടങ്ങി അദ്ദേഹത്തിനെ വേട്ടയാടാനായിട്ട് തുടങ്ങി. ഏതായാലും ആഷിഖ് അബു ഒരു പരിധിവരെ പുത്തൻ മലയാള സിനിമകളെ നിയന്ത്രിക്കുന്ന കുറേ ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചർച്ചയിൽ ഒരാൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അങ്ങനെ കൊടുത്തതിന് വാളെടുത്തവൻ വാളാൽ എന്നല്ലാതെ ഇതിന് മറ്റൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഇത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും മലയാളത്തിൻ്റെ സാംസ്കാരിക വേദിയിൽ ഒരുപാട് ജിഗർണതകൾ, പുഴുക്കുത്തുകൾ ഉള്ളതായിട്ടൊക്കെ
പണ്ട് അത് രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരസ്യമായിട്ട് ഹേമ കമ്മീഷൻ വന്നതോടുകൂടി ആ പുഴുക്കുത്തുകളൊക്കെ പരസ്യമായിട്ട് വന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആഷിഖ് അബു ഫെഫ്കയിൽ നിന്നും രാജിവെച്ചത്. അപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ, അല്ലെങ്കിൽ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പരിഹരിക്കേണ്ടത് അവർ തന്നെയാണ്. സ്വയം പരിശുദ്ധരായിട്ട് അവർ തന്നെ പുറത്തേക്ക് വരണം. സ്വയം പരിശുദ്ധരായിക്കൊണ്ട് അവർ പുറത്തേക്ക് വരണം. ലഹരി മാഫിയ, ലഹരി ആഷിഖ് അബുവും റിമ കല്ലിങ്കലും ഒക്കെ ഉൾപ്പെടുന്ന ലഹരി പാർട്ടികൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് വാർത്തകളിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ലഹരി മാഫിയ വളരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ നാട് ലഹരിയിൽ മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ പരിഹരിക്കേണ്ടതും അവർ തന്നെയാണ്. സിനിമാ മേഖലയിൽ ലഹരി ഉണ്ട്, പണ്ട് മുതലേ ഉള്ളതാണ്. മദ്യപാനമൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്, കഞ്ചാവൊക്കെ പണ്ട് മുതലേ ഉള്ളതാണെങ്കിലും ഈ രാസലഹരിയുടെ ഒരു പ്രശ്നം ഉദിക്കുന്നത് ഈ അടുത്ത ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതനുസരിച്ച് 25,000 ടൺ മയക്കുമരുന്ന് കൊച്ചിയിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇത്രയും മയക്കുമരുന്ന് പിന്നീട് എങ്ങോട്ടാണ് പോയത്? എവിടെയാണ് അത് പിടിക്കപ്പെട്ട ആ മയക്കുമരുന്ന് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ആർക്കും അറിയില്ല. വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന നികുതിദായകന് ഇതൊന്നും അറിയാനുള്ള അവകാശവും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അത് അവർ പരിഹരിക്കട്ടെ. നമുക്ക് ഇങ്ങനെ ഖേദങ്ങളൊക്കെ പ്രകടിപ്പിക്കാം എന്നുള്ളതല്ലാതെ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരും ഈ ആളുകളും ഒക്കെയാണ്. അവരാണ് ഇതൊക്കെ പരിഹരിക്കേണ്ട ആളുകൾ. എന്നാൽ ചങ്കൂറ്റത്തോടുകൂടി ഒരു നടൻ തനിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച ഒരു യുവ നടിയുടെ ആ പരാതിയിന്മേൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. നിവിൻ പോളിക്കെതിരെ ഇവിടെ കേസെടുത്തു. പക്ഷേ മറ്റു പലർക്കും എതിരെ മുകേഷ് ഇടവേള ബാബു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എതിരെ ഇങ്ങനെ പരാതികളും കേസൊക്കെ വന്നപ്പോഴും അവരെ ഒന്നും നമ്മൾ രംഗത്ത് കണ്ടില്ല. പക്ഷേ നിവിൻ പോളി പത്രസമ്മേളനം വിളിച്ച് ഇതെല്ലാം കള്ളപ്പരാതിയാണ്, ഞാൻ തെളിയിക്കാം എന്ന് ധീരതയോടെ കൂടി പറയുന്നതായിട്ട് നമ്മൾ കേട്ടു. അതാണ് ധീരത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുറ്റവും ഇല്ലെങ്കിൽ അദ്ദേഹം മുന്നിൽ വന്നു നിന്ന് താൻ ഇതിനകത്തില്ല, താൻ ഇതൊന്നും ചെയ്ത ആളല്ല എന്ന് വ്യക്തമായിട്ട് പറയുവാനായിട്ട്, ചങ്കൂറ്റത്തോടെ പറയുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. അതൊരു മലയാള സിനിമയിൽ പുത്തൻ തലമുറയ്ക്ക് ഉള്ള ഒരു വാഗ്ദാനം തന്നെയാണ്. അല്ലെങ്കിൽ ആ പുത്തൻ തലമുറയ്ക്ക് ഉള്ള ഒരു അവർക്ക് പകർത്താവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പീഡിപ്പിക്കുന്നത്? നമ്മളൊരു ചാൻസുമായിട്ട് ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒഴിവാക്കും. ഇപ്പോൾ ഗീതാഞ്ജലി എന്ന് പറയുന്ന പ്രിയദർശൻ്റെ സിനിമയിൽ നിന്നും നിവിൻ പോളിയെ വിളിച്ചിട്ട് നിവിൻ പോളി പോയില്ല. കാരണം പല അവസരങ്ങളിലും ഇവരോടൊക്കെ അവസരങ്ങൾ ചോദിച്ച് നടന്നിട്ട് നിവിൻ പോളിക്ക് ആരും ഒരു അവസരവും കൊടുത്തില്ല. അപ്പോൾ തൻ്റെ ടൈം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് കാണിച്ചു. അദ്ദേഹം ആ ചങ്കൂറ്റം അവിടെ മുതൽ കാണിക്കുന്നതാണ്. നിവിൻ പോളി എന്ന് പറയുന്ന ആ നടൻ അവിടെ മുതൽ തൻ്റെ ചങ്കൂറ്റം കാണിക്കുന്നതാണ്, തൻ്റെ വ്യക്തിത്വം എന്താണെന്ന് കാണിക്കുന്നതാണ്. അതുതന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെയും അദ്ദേഹം പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്, അവൻ്റെ മകൻ, ഇവൻ്റെ മകൻ, മറ്റവൻ്റെ മകൻ, ഇങ്ങനെയൊന്നും അല്ലാതെ ഞാൻ സിനിമയിലേക്ക് വന്നത് ഒറ്റയ്ക്ക് വന്നതാണ്, ഒറ്റയ്ക്ക് തന്നെ നേരിടുമെന്നാണ് ഇവിടെയും അദ്ദേഹം പറയുന്നത്. ഈ പ്രതിസന്ധിയെയും അദ്ദേഹത്തിന് മറികടക്കാനായിട്ട്, ഈ ചങ്കൂറ്റത്തോടു കൂടി മറികടക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റങ്ങളൊന്നുമില്ല എങ്കിൽ എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു, കള്ളപ്പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് കൊടുത്തു. ഇവിടെ ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കള്ളപ്പരാതികളാണോ നല്ല പരാതികളാണോ ശരിയായ പരാതികളാണോ ഈ വരുന്നതെല്ലാം എന്നുള്ളതിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഒരു നിയമ നിർമ്മാണം ഇവിടെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്ന നിയമപാലകർ ഇതിനെ മുന്നിട്ടിറങ്ങണം. ഇത് പറയുന്നതൊക്കെ ശരിയാണോ? പെട്ടെന്ന് ഇതിന് തീർപ്പ് കൽപ്പിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് അതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ അത്തരം ഒരു കാര്യം കൂടി പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വേളയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.